കുട്ടാടൻ. മുട്ടനാടോ? ആടൊന്നുമല്ല, കൊച്ചു കുട്ടാടൻ. രക്തേക്ഷി പിടിക്കാൻ വന്നത്. അവളിവിടെ ഉണ്ട്, എനിക്ക് കാണാം. എവിടെ എവിടെ? വാദയല്ല ഗീത. അത് നിങ്ങൾക്ക്. എനിക്ക് അവൾ വാദയാണ്. വാദ വാദിച്ച ഗീതയെ വിളിക്ക്. അവിടെ ചെന്ന് നിൽക്കൂ കുട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കേ. എന്താ ദേവി? തന്നോടല്ല, വാദ ബാധിച്ചവളെ. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നിന്നോടാണ് പറഞ്ഞത്. ഇങ്ങനെ മാറി നിൽക്കടി. എടി പൊടി എന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. ആ പിന്നെ പ്രേതത്തെ ആരെങ്കിലും ശ്രീമതി എന്നൊക്കെ വിളിക്കൂ. അങ്ങോട്ട് മാറി നിൽക്കൂ കുട്ടി. മോളെ, അങ്ങോട്ടൊന്ന് മാറി നിന്ന് കൊടുക്ക്. നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. കുഴപ്പങ്ങൾ ഇങ്ങനെ അങ്ങ് മാറിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ. നീ എവിടെ നിന്നാണ് വരുന്നത്? ബോംബെന്ന്. അങ്ങനെ പറ. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. നീ പോകുന്നോ അതോ നിന്നെ അടിച്ചോടിക്കണോ? ഓ, എന്താടി ഒന്നും മിണ്ടാത്തത്? ചവിട്ടി പറപ്പിക്കും ഞാൻ. പോകുന്നോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറ. ബാധ ബോംബക്കാരിയല്ലേ, മലയാളം അറിയാത്തോണ്ടല്ലേ ഒന്നും മിണ്ടാത്തത്. ഹിന്ദിയിൽ ചോദിക്കും. മണ്ടോദരി അമ്മക്ക് ഹിന്ദി അറിയില്ല. ഈ തള്ള ഏത് നാട്ടുകാരിയാ? തള്ളയോ? എന്നിൽ കുടികൊണ്ടിരിക്കുന്ന ദേവിക്ക് ഹിന്ദി അറിയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഹിന്ദി അറിയോ? ചാവോ ചാവോ എന്ന് പറയാൻ പറ. ചാവോ ചാവോ എന്ന് പറ. ശരി, ചാകുവോ ചാകുവോ? ചത്തിട്ടല്ലേ പ്രേതാവുന്ന, പിന്നെങ്ങനെ വീണ്ടും ചാവും? ഒന്നും മിണ്ടാതിരിക്കടോ. അങ്ങോട്ട് മാറി നിക്കടി. പ്രേതത്തെക്കാളും വലിയ ശല്യം ഇയാൾ ഇവിടെ. കണ്ണ് തെറ്റിയ മുട്ടൊരു മിന്നുക്ക് ഇങ്ങനെ എങ്ങനെ ഇയാളെ കൂടി ഒന്ന് തളയ്ക്കാൻ പറ്റുമോ? എടോ ദേവി, എന്താടോ? ഹിന്ദിയോ തെലുങ്കോ ഏത് കോത്താഴത്തെ പിശാചെങ്കിലാവട്ടെ, ആണി എടുക്കടോ. ആണി അടിക്കാം. ഇവളെ ഞാൻ കാഞ്ഞിരത്തിൽ തറക്കും. ആണി അടിക്ക്. കണ്ടോ, എന്റെ കൈക്കകത്തുണ്ടവൻ. പിശാചിനെ പിടിച്ചോട്ടോ. ഇനി ഇവനെ പിശാച് പിടിക്കും. കണ്ടോ? വലയം വൃത്തം പൂജ്യം എന്റെ കൈക്കുള്ളിലുണ്ടവൾ. വിളക്കെടുത്ത് പുറകെ വാ. സമീ